ബ്യൂട്ടിയും മൃഗവും. ദൂരദേശത്ത് ഒരു വ്യാപാരി തൻ്റെ 3 പെൺകുട്ടികളായ ബ്ലിസ്, ബ്ലോസം, ബ്യൂട്ടി എന്നിവരോടൊപ്പം വസിച്ചു പോന്നു. അയാൾക്ക് തൻ്റെ 3 കുട്ടികളോടും അളവറ്റ സ്നേഹമായിരുന്നു. ഒരു ദിവസം ജോലിക്കാര്യത്തിനായി അയൽദേശത്തേക്ക് പോകേണ്ടതായി വന്നു. മടങ്ങി വരുമ്പോൾ തൻ്റെ കുട്ടികൾക്ക് സമ്മാനം വാങ്ങിക്കൊണ്ടുവരാമെന്നും അയാൾ വാക്കുകൊടുത്തു. ബ്ലിസ്സും ബ്ലോസവും ധാരാളം വസ്ത്രങ്ങളും ആഭരണങ്ങളുമാണ് ചോദിച്ചത്. നിനക്ക് എന്താണ് വേണ്ടത് ബ്യൂട്ടി? ഒരു ചുവന്ന റോസാപ്പൂ കൊണ്ടുവരൂ അച്ഛാ. അയൽ ദേശത്ത് പോയി അയാൾ ധാരാളം പണം സമ്പാദിച്ചു. തൻ്റെ 2 പെൺകുട്ടികളും ആവശ്യപ്പെട്ടതുപോലെ ധാരാളം വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങിച്ചു. പക്ഷേ ബ്യൂട്ടി ചോദിച്ച ചുവന്ന റോസാപ്പൂ മാത്രം അയാൾക്ക് കിട്ടിയതേയില്ല. ദുഃഖത്തോടെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അയാൾ. അപ്പോൾ ഒരു വലിയ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു. ദൂരത്ത് ഒരു മാളിക കണ്ട് അയാൾ അങ്ങോട്ട് ചെന്നു. മാളികക്കുള്ളിൽ ആരെയും കണ്ടില്ല. പക്ഷെ ഭക്ഷണം മാത്രം വിളമ്പി വെച്ചിരുന്നു. അത് കഴിച്ചിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്തു. പിറ്റേന്ന് മാളികയ്ക്ക് ചുറ്റും നടക്കുമ്പോൾ ഒരു ചുവന്ന റോസാ ചെടി അയാൾ കണ്ടു. ഒരു റോസാപ്പൂ തൻ്റെ മകൾ ബ്യൂട്ടിക്കായി പറിച്ചു. ഉടനെ ഒരു വലിയ മൃഗം, അതായത് ബീസ്റ്റ്, അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്റെ ചെടിയിൽ തൊടാൻ മാത്രം ധൈര്യം വന്നോ നിനക്ക്? നിന്നെ തടവിലാക്കും ഞാൻ. അയ്യോ, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. എന്നെ ഒന്നും ചെയ്യരുത്. ഈ റോസാപ്പൂ എൻ്റെ മകൾക്ക് വേണ്ടി പറിച്ചതാണ്. എൻ്റെ കുട്ടികളെ അവസാനമായി കാണാൻ അനുവദിക്കണം. അയാളോട് സഹതാപം തോന്നിയ ആ മൃഗം അയാൾക്ക് അനുവാദം നൽകി. ഇപ്പോൾ നിനക്ക് പോകാം. പക്ഷേ മടങ്ങി വന്ന് നിന്റെ ശിക്ഷ സ്വീകരിച്ചു കൊള്ളണം. ഈ മോതിരം കയ്യിലിരിക്കട്ടെ. ഇത് നിന്നെ നിന്റെ വീട്ടിലെത്തിക്കും. വ്യാപാരി വീട്ടിലേക്ക് വന്ന് നടന്ന സംഭവങ്ങൾ വിശദീകരിച്ചു. അച്ഛാ, തീർച്ചയായും അച്ഛൻ അങ്ങോട്ട് പോകണോ? പോകണ്ട അച്ഛാ. രാത്രി എല്ലാവരും ദുഃഖത്തിലാണ്ട് ഉറങ്ങിപ്പോയി. ബ്യൂട്ടി ആ മോതിരവും എടുത്ത് മൃഗത്തിന്റെ മാളികയിലേക്ക് ചെന്നു. ആരാണ് നീ? അത് ആ റോസാപ്പൂ പറിച്ചത് എന്റെ അച്ഛനാണ്. അതെനിക്ക് വേണ്ടിയാണ് പറിച്ചത്. അതുകൊണ്ട് അതിനുള്ള ശിക്ഷ സ്വീകരിക്കാനാണ് ഞാൻ വന്നത്. മൃഗം അതിന് സമ്മതിച്ചു. പക്ഷേ അത് അവളെ ശിക്ഷിച്ചില്ല. പകരമായി അവൾക്ക് നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും ഭക്ഷണവും നൽകി. ഇരുവരും ഒന്നിച്ച് സമയം ചെലവാക്കി. മൃഗം ബ്യൂട്ടിയെ സ്നേഹിക്കാൻ ആരംഭിച്ചു. പക്ഷേ അത് പുറത്തു പറയാൻ പേടിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ബ്യൂട്ടിയും മൃഗത്തെ സ്നേഹിക്കാൻ തുടങ്ങി. എങ്കിലും അവൾക്ക് തന്റെ അച്ഛന്റെയും സഹോദരിമാരുടെയും ഓർമ്മയായിരുന്നു. എനിക്ക് എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കൊതിയാവുന്നു. ഞാൻ പൊയ്ക്കോട്ടെ? ശരി, നിനക്ക് പോകാം. പക്ഷെ 10 ദിവസങ്ങൾ മാത്രമേ അവിടെ താമസിക്കാൻ പാടുള്ളൂ. 10 ദിവസം കഴിഞ്ഞാൽ തിരിച്ച് ഇവിടെ എത്തണം. ബ്യൂട്ടി അതിന് സമ്മതം പറഞ്ഞിട്ട് അവളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. സന്തോഷത്തോടെ ദിവസങ്ങൾ തള്ളി നീക്കി. 10 ദിവസങ്ങൾ പെട്ടെന്ന് കടന്നുപോയി. അന്ന് രാത്രി ബ്യൂട്ടി മൃഗം മരിച്ചു പോകുന്നത് പോലെ ഒരു സ്വപ്നം കണ്ട് പേടിച്ചുപോയി. അടുത്ത ദിവസം രാവിലെ മാളികയിലേക്ക് ഓടിച്ചെന്നു. ഹലോ, ഞാൻ എത്തിക്കഴിഞ്ഞു. പക്ഷേ അവിടെ നിന്നും മറുപടി കിട്ടിയില്ല. തോട്ടത്തിലേക്ക് ഓടിച്ചെന്നു. അവിടെ മൃഗം വീണ് കിടന്നിരുന്നു. അത് മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ, ഞാൻ ഇന്നലെ തന്നെ എത്തണമായിരുന്നു. നിന്റെ ശരീരം വികൃതമായതാണെങ്കിലും മനസ്സിൽ വളരെയധികം സ്നേഹവും വാത്സല്യവുമുണ്ട്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നെ തനിച്ചാക്കിയിട്ട് പോകരുത്. ബ്യൂട്ടി എങ്ങനെ പറഞ്ഞ ഉടനെ ആ മൃഗം ഒരു സുന്ദരനായ രാജകുമാരനായി മാറി. ഞാനൊരു രാജകുമാരനാണ്. എൻ്റെ പേര് മൈക്കേൽ. കൊച്ചുനാൾ മുതലേ വികൃതമായ മൃഗങ്ങളെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. അതുകൊണ്ട് ഒരു ദേവത എന്നെ മൃഗരൂപത്തിൽ മാറ്റിയതാണ്. എൻ്റെ ഈ വികൃതമായ രൂപത്തെ എന്നൊരു പെൺകുട്ടി സ്നേഹിക്കുന്നുവോ അന്നേ എനിക്കെൻ്റെ പഴയ രൂപം തിരിച്ചു കിട്ടുമെന്ന് ശാപിച്ചു. നീ എന്നെ ശാപവിമുക്തനാക്കി ബ്യൂട്ടി. പിന്നീട് മൈക്കേളും ബ്യൂട്ടിയും വിവാഹിതരായി. ബ്യൂട്ടിയുടെ അച്ഛനും സഹോദരിമാരും മാളികയിൽ വന്ന് താമസമുറപ്പിച്ചു. എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു.